ഹായ് എല്ലാവർക്കും എഡ്യൂക്കേൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ അതുപോലെ ഒരു കോമ്പൗണ്ട് വന്നിട്ട് അത് എങ്ങനെ അയൺസായിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സീരീസിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കീം, നീറ്റ്, ജെഇ മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ എല്ലാ കോൺസെപ്റ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ചില കോമ്പൗണ്ട്സ് അയൺസൈഡ് സ്പ്ലിറ്റ് ചെയ്യും. അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും നോക്കാം, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് ആണ് H2O എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. H2O H+ഉം OH- ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. HCl ഒരു ആസിഡാണ്. അപ്പോൾ എന്ത് H+ അയൺ റിലീസ് ചെയ്യും അല്ലേ? അപ്പോൾ H+ റിലീസ് ചെയ്യും, ബാക്കി എന്തുണ്ട്, Cl- റിലീസ് ചെയ്യും. വേറൊരു കാര്യം പറയട്ടെ, ഈ HClൻ്റെ അകത്ത് Cl ഉണ്ട്. Cl ഒരു ഗുഡ് ലീവിങ് ഗ്രൂപ്പാണ്. ഗുഡ് ലീവിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോണ്ട് ഉണ്ടാക്കാൻ 2 ഇലക്ട്രോൺസ് യൂസ് ആയിട്ടുണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞതാണ്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഈ ക്ലോറിൻ ലീവ് ചെയ്യും. ഇപ്പോൾ ഈ 2 ഇലക്ട്രോണിനെ കൊണ്ട് എടുത്തുകൊണ്ടാണ് പോകുന്നത്. അതാണ് ക്ലോറിൻ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ് ഇവിടെ. അപ്പോൾ ക്ലോറിൻ ഒരു ഗുഡ് ലീവിങ് ഗ്രൂപ്പാണ്. അപ്പം ക്വസ്റ്റ്യൻ വരാം, ബാഡ് ലിവിങ് ഗ്രൂപ്പ് ഏതാണ്? അങ്ങനെ വെച്ചാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും പോസിറ്റീവ് ചാർജ് വരുന്ന ഗ്രൂപ്പ് ഏതാണ്? അപ്പം ഗ്രൂപ്പ് 1 ഉണ്ടല്ലോ, ഗ്രൂപ്പ് 1 എല്ലാ എലിമെൻറ്റ്സും സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അത് സോഡിയം, മഗ്നീഷ്യം, ഈ എലിമെൻറ്റ്സിനെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ അടുത്ത എക്സാമ്പിളാണ് NaCl. അപ്പോൾ ഞാൻ Cl ഒരു ഗുഡ് ലിവിങ് ഗ്രൂപ്പ്, അപ്പോൾ അതെന്ത് ചെയ്യും, Cl- ആയിട്ട് പോകും. Na പോസിറ്റീവ് ആവും, കാരണം ഗ്രൂപ്പ് 1 എലിമെൻറ്റ്സ് എല്ലാം പോസിറ്റീവ് ചാർജാണ് ഷോ ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. NaOH പോസിറ്റീവായിട്ട് വരും. അതെന്താ ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് 1 ആയതുകൊണ്ട്. ബാക്കി എന്തുണ്ട്, OH ഉണ്ട്. അപ്പോൾ OH എന്ത് ചാർജ് വരും, മൈനസ് വരും. CH3Li CH3Li ആണ്. Li ഏത് വരും, ഗ്രൂപ്പ് 1 വരും. ഗ്രൂപ്പ് 1 വരുമ്പോൾ എന്താണ് എൻ്റെ ചാർജ്, പ്ലസ് ആണ്. CH3- വരും. ഇവിടെ Cl എന്ത് ചാർജാണ് വരുന്നത്, Cl ഗുഡ് ലിവിങ് ഗ്രൂപ്പാണ്. അത് ഈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസുമായിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ Cl- വരും, പ്ലസ് CH3+ വരും. ഇത്ര ഓക്കെ അല്ലേ? അടുത്ത് നോക്കാം, NaNH2. Na എപ്പോഴും പോസിറ്റീവ് ചാർജ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി എന്തുണ്ട്, NH2 ഉണ്ട്. NH2 എന്ത് ചാർജ് വരും, മൈനസ് വരും. CH3Li Liക്ക് എന്ത് വരും, ഗ്രൂപ്പ് 1 ആണ്, പോസിറ്റീവ് ചാർജ് വരും. ബാക്കി എന്തുണ്ട്, CH3 ഉണ്ട്, അതിനെന്ത് ചാർജ് വരും, മൈനസ് ചാർജ് വരും. RONA ഗ്രൂപ്പ് 1 ആണ്, എന്ത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. ROക്ക് എന്ത് ചാർജ് വരും, ഇപ്പം മൈനസ് വരും. HNO3 ആസിഡ്, ഒരു ആസിഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത്, H+ റിലീസ് ചെയ്യണ്ടേ, H+ റിലീസ് ചെയ്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്, അതിന് ഫുൾ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇവിടുന്ന് H പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, NO3 ഉണ്ട് അല്ലേ, ആ NO3ക്ക് ഒരു മൈനസ് ചാർജ് കാണും. ഇത് ആസിഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, അതായത് H+ റിലീസ് ചെയ്യുമ്പോൾ H2SO4 ആസിഡായിട്ട് H+ റിലീസ് ചെയ്യും. ബാക്കി എന്തുണ്ട്, ഒരു H പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, ഇവിടെ HSO4 ഉണ്ട്, അതിനെന്ത് ചാർജ് വരും, മൈനസ് ചാർജ് വരും. HNO3 ആസ് ബേസ്, ഇതിന് ആസിഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് H+ഉം NO3- പോകുന്നതെന്ന് പറഞ്ഞു. അതും ഇത് ബേസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ബേസ് എന്താണ് റിലീസ് ചെയ്യുന്നത്, OH- അല്ലേ റിലീസ് ചെയ്യുന്നത്. HO എന്ന് എഴുതി, OH- സെയിം ആണ്. OH- അല്ലേ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ OH- എന്ത് ചാർജാണ്, നെഗറ്റീവ് ചാർജ് വരും. ബാക്കി എന്തുണ്ട്, ഇവിടുന്ന് OH പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്, NO2 ഉണ്ട്, അതിനെന്ത് ചാർജ് വരും, പോസിറ്റീവ് ചാർജ് വരും. H2SO4 ബേസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന H+ അല്ല, OH- റിലീസ് ചെയ്യും. OH- റിലീസ് ചെയ്ത OH- ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ്. ഇവിടുന്ന് ഒരു OH പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്, HSO3 ഉണ്ട്, അതിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. ഇവിടം വരെ ഈസിയാണ്. ഇതും ഈസിയാണ്. H2S സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു H+ അയൺ റിലീസ് ചെയ്യും. ബാക്കി എന്തുണ്ട്, ഒരു H പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ട് HS ഉണ്ട്, അതിന് മൈനസ് ചാർജ് വരും. ഇവിടം തൊട്ടാണ്, ഇതും ഈസിയാണ്. മഗ്നീഷ്യം ഒരു മെറ്റൽസ് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ചാർജാണ് ഷോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ പിന്നെ CH3-ന് മൈനസ് ചാർജ് വരും. CH3- പ്ലസ് Mg(Br) പോസിറ്റീവ്. ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത്. ഈ കേസ് നോക്കുക,
ഹൈഡ്രജൻ ഇതുവരെ പറഞ്ഞ എല്ലാ കേസിലും H+ ആയിട്ടല്ലേ പോകുന്നത്. ഈ BH3യുടെ കേസ് കുറച്ച് സ്പെഷ്യലാണ്, ഒരു എക്സെപ്ഷൻ ആണ്. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഇവിടെ H സ്പ്ലിറ്റ് ചെയ്തിട്ട് H- ആയിട്ടാണ് പോകുന്നത്. ബാക്കി എന്താ, ഇവിടെ ഒരു H പോയി കഴിഞ്ഞാൽ പിന്നെ BH2 ഉണ്ട്, അതിനൊരു പോസിറ്റീവ് ചാർജും വരും. HCl ഇൻ പ്രസൻസ് ഓഫ് Hg2+, വെറും HCl-ആയിരുന്നെങ്കിൽ H+ഉം Cl- ആയിട്ട് സ്പ്ലിറ്റ് ആയേനെ. പക്ഷേ ഇൻ പ്രസൻസ് ഓഫ് Hg2+ ആയതുകൊണ്ട് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആകും, H- Cl+ ആകും. ഈ കുറച്ച് കേസസ് ഉണ്ട്. ഇതൊക്കെ ഇതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ മറ്റേ നോർമൽ യൂഷ്വലി ചെയ്ത സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോയാൽ തെറ്റിപ്പോകും. കാരണം അത് മിക്കതും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. HOCl- ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ HO- Cl+ ആവും. ഇതുവരെ എന്തായിരുന്നു പറഞ്ഞത്, Cl ഗുഡ് ലിവിങ് ഗ്രൂപ്പ് എപ്പോഴും മൈനസുമായിട്ടേ പോകുന്നത്, Cl- ആയിട്ടേ പോകുന്നതാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊരു എക്സെപ്ഷൻ കേസാണ് HOCl. ഇവിടെ Cl+ ആയിട്ടാണ് സ്പ്ലിറ്റ് ആകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്പ്ലിറ്റിങ്. ഇത്രയും സ്പ്ലിറ്റിങ് ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഡയസോണിയം സോൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഡയസോണിയം സോൾട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും എന്നറിയാമോ? ബെൻസീൻ വരും. ബെൻസീൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ഒരു പ്ലസ് ചാർജും വരും. പ്ലസ് N2 നൈട്രജൻ ഗ്യാസ് റിലീസാകും. പിന്നെ ബാക്കി ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ക്ലോറിൻ ആസ് യൂഷ്വൽ നെഗറ്റീവ് ചാർജ് വരും. ഇതാണ് ഡയസോണിയസ് സോൾട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഓർത്ത് വെച്ചാണ്. ഇത് ഒത്തിരി എടുത്ത് വരുന്നുണ്ട്, നമ്മൾ പിന്നെയും കാണാൻ പോകുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടുന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ എണ്ണമുണ്ട്. പിന്നെ എന്താണ്, BH3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഗ്രിഗ്നാർഡ്സ് റിയേജൻ്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. ഗ്രിഗ്നാർഡ്സ് റിയേജൻ്റ് ഇത് ഓർത്ത് വെച്ചോണം. HOCl ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം BH3 ആയി ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം ഓർത്തിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ് വന്നു. ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ എന്താണ്? ഇലക്ട്രോഫൈൽ, ഇലക്ട്രോ എന്ന് മീൻ ചെയ്യുന്ന ഇലക്ട്രോൺ എന്നാണ്. ഫൈൽ എന്ന് വെച്ചാൽ ലവിങ്, അതായത് ഇലക്ട്രോണിനെ ഇഷ്ടപ്പെടുന്ന ആൾ. ഇലക്ട്രോൺ ഇഷ്ടപ്പെടണമെങ്കിൽ ഇതിന് ഇലക്ട്രോൺ കുറവായതുകൊണ്ടല്ലേ ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിന് ലെസ് ഇലക്ട്രോൺ ആണുള്ളത്. ഇത് 6 ഇലക്ട്രോൺ ആണ് യൂഷ്വലി ഉള്ളത്. 8 ഇലക്ട്രോൺ ആവുമ്പോഴല്ലേ സ്റ്റേബിൾ, ഇത് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള. ഇതിന് 6 ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി കുറവാകുമ്പോൾ എന്ത് ചാർജാണ് വരുന്നത്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോഫൈലിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ ഇലക്ട്രോഫൈലിൽ ലോൺ പെയർ കാണത്തില്ല. അപ്പോൾ ഇതിന് ലോൺ പെയർ കാണത്തില്ല, അതുകൊണ്ട് ഇതിനൊരു പേര് കൊടുക്കും ലൂയിസ് ആസിഡ് എന്ന്. ഈ ഇലക്ട്രോഫൈലിനെ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കും. അതെന്താ? ലോൺ പെയർ ഇല്ലാത്തതുകൊണ്ട്. ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് ആണ്. എവിടെ ഇലക്ട്രോൺ ഉണ്ട് ഇത് അങ്ങോട്ട് പോകും. എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു? കാരണം ഇതിന് ഓൾറെഡി ഇലക്ട്രോൺ കുറവായതുകൊണ്ടല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് ലെസ് ഇലക്ട്രോൺ ആണ്, 6 ഇലക്ട്രോണുകൾ പോസിറ്റീവ് ചാർജാണ്, ലോൺ പെയർ അല്ല. അപ്പോൾ ന്യൂക്ലിയോഫൈലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ന്യൂക്ലിയോ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് ഏതാ? പോസിറ്റീവ്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജോട്ട് അട്രാക്റ്റ് ആകും. അപ്പോൾ ഇതിൻ്റെ ചാർജ് എന്തായിരിക്കും? ഇതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. ഇതിന് ഇലക്ട്രോണ് ആവശ്യത്തിന് വേണ്ടി 8 ഇലക്ട്രോൺസ് ഉണ്ട്. ലോൺ പെയർ ഇവിടെ ഇല്ല, ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഞാൻ ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നു. ഇതിന് ലോൺ പെയർ ഉള്ളതുകൊണ്ട് ലൂയിസ് ബേസ് എന്ന് വിളിക്കുന്നു. ഇതാണ് ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈലിൻ്റെ മെയിൻ ഡിഫറൻസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം മനസ്സിലാവും. നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൂയിസ് ആസിഡ്? ഇതിലേതാണ് ലൂയിസ് ആസിഡ്? ലൂയിസ് ആസിഡ് ആണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്, ലോൺ പെയർ കാണല്ലേ. അപ്പോൾ ഇതിലെല്ലാം ലോൺ പെയർ ചെക്ക് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ ലോൺ പെയർ എന്താണെന്ന് പഠിപ്പിച്ച് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ചെറിയ വീഡിയോ ആണ്, ലോൺ പെയർ എന്താണെന്ന് മനസ്സിലാവും. H2യുടെ ലോൺ പെയർ കണ്ടുപിടിക്കാം. ആദ്യം ഇതിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്പർ നമുക്ക് വേണമല്ലോ. ഹൈബ്രിഡൈസേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് സെൻട്രൽ ആറ്റം എഴുതാൻ നോക്കണം. ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം. ഓക്സിജൻ സെൻട്രൽ ആറ്റം നമ്പർ എന്താണ്? 6 ആണ്. എത്ര സൈഡ് ആറ്റം ഉണ്ട്? 2 സൈഡ് ആറ്റം ഉണ്ട്. ചാർജ് ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ 2. 6 + 2 ഡിവൈഡ് ബൈ 2 4. നമ്പർ ഓഫ് ലോൺ പെയർ, എത്ര ലോൺ പെയർ ഉണ്ട്? നമ്പർ ഓഫ് ലോൺ പെയർ 4 മൈനസ് എത്ര സൈഡ് ആറ്റം ഉണ്ട്? 2 സൈഡ് ആറ്റം. 2 ലോൺ പെയർ ആണ് ഈ ഒരു കോമ്പൗണ്ടിലുള്ളത്. ലോൺ പെയർ ഉണ്ടെങ്കിൽ അതെന്താണ്? ലൂയിസ് ബേസ് ആണ്. ഇതപ്പോൾ എന്താണ്? ലൂയിസ് ബേസ് ആണ്. H3O+, ഹൈബ്രിഡൈസേഷൻ എന്താണ്? സെൻട്രൽ ആറ്റം ഓക്സിജൻ 6. എത്ര സൈഡ് ആറ്റം ഉണ്ട്? 3 സൈഡ് ആറ്റം ഉണ്ട്. +1 ആണ് ചാർജ്, അപ്പോൾ -1 ചെയ്യണം. 6 1 8 2. 6 സൈഡ് ആറ്റം 9 8. 8/2 4. നമ്പർ ഓഫ് ലോൺ പെയർസ് എങ്ങനെയാണ്? 4 മൈനസ് എത്ര സൈഡ് ആറ്റം ഉണ്ട്? 3 ഹൈഡ്രജൻ ഇല്ലേ? 3. ഒറ്റ ലോൺ പെയറേ ഉള്ളൂ.
ലോൺ പെയർ ഉണ്ടല്ലോ എന്തായാലും. അപ്പോൾ ഇതും എന്താണ്? ലൂയിസ് ബേസ് ആണ്. അടുത്ത് CH4 സെൻട്രൽ ആറ്റം കാർബൺ. കാർബണിൻ്റെ നമ്പർ 6. എത്ര സൈഡ് ആറ്റം ഉണ്ട്? 4 സൈഡ് ആറ്റം ഉണ്ട്. 4 / 2 അതായത് 10/2. അതായത് 10/2 6. കാർബണിൻ്റെ നമ്പർ 4 ആണ്, സോറി 6 അല്ല 4 ആണ്. 8/2 വരുമ്പോൾ 4 ആണ് നമ്പർ കിട്ടുന്നത്. നമ്പർ ഓഫ് ലോൺ പെയർ നോക്കാം. നമ്പർ ഓഫ് ലോൺ പെയർ 4 മൈനസ് എത്രയാണ്? നമ്പർ ഓഫ് സൈഡ് ആറ്റം എത്രയാണ്? 4 മൈനസ് 4 0. ഇത് ലോൺ പെയർ ഇല്ല. ലോൺ പെയർ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ലൂയിസ് ആസിഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ നിർത്താം. CH4 ആണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന ലൂയിസ് ആസിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോഫൈൽ ആണെന്നാണ്. പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ അത് ലൂയിസ് ആസിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലൂയിസ് ആസിഡ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ലോൺ പെയറിൻ്റെ കോൺസെപ്റ്റ് അനുസരിച്ച് നോക്കണം. പോസിറ്റീവ് ചാർജ് ഉണ്ടോ ഇല്ലയോ മൈൻഡ് ചെയ്യേണ്ട. ലോൺ പെയർ ഇല്ലെങ്കിൽ ലൂയിസ് ആസിഡ് ആയിരിക്കും, ലോൺ പെയർ ഉണ്ടെങ്കിൽ ലൂയിസ് ബേസ് ആയിരിക്കും. ഇപ്പോൾ ലോൺ പെയറിൻ്റെ ആ കോൺസെപ്റ്റ് വെച്ച് നോക്കണം. പോസിറ്റീവ് ചാർജ് ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ആക്കും. അപ്പോൾ അതിനെയല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ലോൺ പെയറിനെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ആ പോസിറ്റീവ് ചാർജ് ലോൺ പെയർ അതിൻ്റെ ആ കൺഫ്യൂഷൻ മാറിക്കോളൂ. സപ്പോസ് ഒറ്റ ആറ്റേ തന്നിട്ടുള്ളൂ ഇതുപോലെ, അതിനൊരു പ്ലസ് ചാർജും ഉണ്ട്. ഒറ്റ ആറ്റേ ഉള്ളൂ. ഇവിടെ ഒരു മോളിക്യൂളായിരുന്നു, അതിനെയായിരുന്നു പോസിറ്റീവ് ചാർജ്. ഇത് നമ്മുടെ H3O+ ആണേ. ഓക്കെ, ഒരു മോളിക്യൂൾ അതിൻ്റെ പ്ലസ് ചാർജ്. അതുകൊണ്ടാണ് നമ്മൾ ലോൺ പെയർ ഒക്കെ നോക്കിയത്. സപ്പോസ് ഒറ്റ ആറ്റേ ഉള്ളൂ, അതിൻ്റെ പ്ലസ് ചാർജ് ഉണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും? അത് ഉറപ്പായിട്ടൊരു ഇലക്ട്രോഫൈൽ ആയിരിക്കും. നോട്ട് ആൻ ഇലക്ട്രോഫൈലാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്തായാലും ഇലക്ട്രോഫൈലാണ്. അടുത്ത് നോക്കാം. BH3-. ഇതിലിനി പ്ലസ് ചാർജും ഓക്കെ, ഇതിപ്പോൾ പ്ലസ് ചാർജും ഒന്നും ഇല്ല. ഇതൊരു മോളിക്യൂളും. അപ്പോൾ നമ്മൾ ലോൺ പെയർ വെച്ച് നോക്കണം. ബോറോണിൻ്റെ നമ്പർ എത്രയാണ്? 3 അല്ലേ. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? സൈഡ് ആറ്റം ഉണ്ട്, 3 ഉണ്ട്. 6/2 3. ഹൈബ്രിഡൈസേഷൻ നമ്പർ 3 കിട്ടി. ലോൺ പെയർ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? 3 മൈനസ് എത്ര സൈഡ് ആറ്റം ഉണ്ട്? 3 സൈഡ് ആറ്റം ഉണ്ട്. 3 - 3 0. ഇത് ലോൺ പെയർ ഇല്ല. ലോൺ പെയർ ഇല്ലെങ്കിൽ എന്താണ്? അതൊരു ഇലക്ട്രോഫൈലാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചേ. ലോൺ പെയർ ഇല്ലെങ്കിൽ എന്താണ്? ഇലക്ട്രോഫൈലാണ്. H3O+ പ്ലസ് ചാർജ് ഉണ്ട്, പക്ഷേ ഇത് മോളിക്യൂൾ. അതുകൊണ്ട് നമ്മൾ ലോൺ പെയറിൻ്റെ കൺസെപ്റ്റ് വെച്ച് നോക്കണം. സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്പർ എത്രയാണ്? 6. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? സൈഡ് ആറ്റം 3 എണ്ണം ഉണ്ട്. +1 ആണ് ചാർജ്, അപ്പോൾ -1 ചെയ്യണം. /2 6 9 8 8/2 അതായത് 4. ലോൺ പെയർ എങ്ങനെയുണ്ട്? എത്ര ലോൺ പെയർ ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? 4 - 3. ഒരു ലോൺ പെയർ ഉണ്ട്. ഒരു ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്താണ്? ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്താണ്? ന്യൂക്ലിയോഫൈൽ അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ന്യൂക്ലിയോഫൈൽ അല്ലാത്ത ഏതാണ്? അതായത് ഇലക്ട്രോഫൈൽ അല്ലാത്ത ഏതാണ്? ഇതൊരു ന്യൂക്ലിയോഫൈൽ അല്ലേ, ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇതിന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെക്ക് ചെയ്താൽ ഇതൊരു ഇലക്ട്രോഫൈൽ ആയിരിക്കും. ഇതിൽ ലോൺ പെയർ കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോൺ പെയർ യൂസ് ചെയ്ത് ലൂയിസ് ആസിഡ് ഏതാ, ലൂയിസ് ബേസ് ഏതാ, ഇലക്ട്രോഫൈൽ ഏതാ, ന്യൂക്ലിയോഫൈൽ ഏത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ഐഡിയ ഞാൻ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സീരീസ് നമ്മൾ ഫുൾ ഓർഗാനിക് കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ബാക്കിയുള്ള വീഡിയോസും കാണുക. നേരത്തെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ അതും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.